അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആദ്യം ഞാനൊരു കോട്ട് പറയാം. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കത് പൂർത്തിയാക്കാനാവും. കോട്ട് ഇതാണ്: നിങ്ങൾക്കൊരു കാര്യം നേടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് തീരുമാനിച്ചാൽ അത് നേടുന്നതിന് വേണ്ടി അതെ, ഈ ലോകം മുഴുവനും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ്. ഈ കോട്ട് നമുക്കേറെ പരിചിതമായത് ആൽക്കമിസ്റ്റിലൂടെയാണ്. പിന്നീട് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും പവർ ഓഫ് തിങ്കിങ് ബിഗും പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങും തിങ്ക് ആൻഡ് ഗ്രോ റിച്ചും ഒക്കെ പറഞ്ഞു വെച്ചത് ഇതേ ആശയം തന്നെയാണ്. നമുക്കൊരു കാര്യം നേടാൻ തീരുമാനിച്ചാൽ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, അത് നേടാനായ അനുകൂലമായ സാഹചര്യം ഈ ലോകം ഒരുക്കുമെന്നുള്ളതാണ്. ഇത് കൂടുതൽ ജനകീയമായത് ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇസ് ദിസ് ട്രൂ? ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണോ? വിൽ ഇറ്റ് വർക്ക്? അത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുമോ? നമുക്ക് നോക്കാം. ദ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചിട്ട് പലരും തെറ്റിദ്ധരിച്ചു. അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ ലക്ഷ്യം എന്നിലേക്ക് വന്നു ചേരുമെന്ന് പലരും തെറ്റിദ്ധരിച്ച് കാത്തിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. എന്താ കാരണം? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം, ആത്മാർത്ഥമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ചെയ്യാം? അതൊക്കെ ചെയ്യണം. എന്നാലേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണ് ഒരു കുട്ടി. എന്ത് ചെയ്യണം? ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്രായത്തിൽ സൈക്കിൾ ചവിട്ടുന്നത്, സൈക്കിൾ സ്വന്തമായി കിട്ടുന്നതിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് ആലോചിച്ചതും, നമ്മുടെ ഇടവഴികളിലൂടെയും റോഡിലൂടെയൊക്കെ ആ സൈക്കിൾ ഓടിക്കുന്ന രൂപത്തിൽ നാം നടന്നു പോകുമ്പോഴും മറ്റും ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയതൊക്കെ അതേക്കുറിച്ച് സ്വപ്നം കാണുന്നതാണ്. സ്വപ്നം കാണണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം, അതിന് സൈക്കിൾ കിട്ടണം, സൈക്കിൾ വാങ്ങുകയോ അല്ലെങ്കിൽ റെന്റിനെടുക്കുകയൊക്കെ വേണം. ഇങ്ങനെ ഒരുപാട് എലമെന്റുകൾ കൂടുമ്പോഴാണ് നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുക. ഞാൻ വെറുതെ ഇങ്ങനെ റൂമിലിരുന്നിട്ട് സൈക്കിൾ ചവിട്ടുന്നതും സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം സൈക്കിൾ ചവിട്ടൽ പഠിക്കലും ഉണ്ടാവില്ല, സൈക്കിൾ കിട്ടലും ഉണ്ടാവില്ല. നിങ്ങളൊരു കാറ് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ ഒരു ഡ്രീം കാറ് സ്വന്തമാക്കണമെന്ന് നിങ്ങളൊരു ഗോളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു, അഫർമേഷൻ എഴുതിക്കൊണ്ടിരുന്നു, അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്നു, വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നു. കാറ് കിട്ടോ? ഇല്ല. ഇതൊക്കെ തന്നെയാണ്
ലോ ഓഫ് അട്രാക്ഷൻ്റെ എലമെൻസുകളും. വെറുതെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങണം, വർക്ക് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, ആക്ഷൻ എടുക്കണം. അത് നടക്കും, അല്ലെങ്കിൽ എനിക്കത് നേടാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനാവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെടണമെന്നാണ്. ഓരോ കാര്യവും നേടാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഖിൽഹ വതവക്കൽ. ഒരു സ്വഹാബി തൻ്റെ ഒട്ടകത്തെ അഴിച്ചു വിട്ടുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി, ഈ ഒട്ടകം ഇവിടെ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, യഖിൽഹ വതവക്കൽ. വെറും തവക്കുല് മാത്രം പോരാ, ആദ്യം നീ ഒട്ടകത്തെ കെട്ടിയിടണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. അതുപോലെ നാം അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം, എങ്കിലേ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും. ഒന്നാമത്തെ എലമെന്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെ, കളത്തിലിറങ്ങുക എന്നതാണ്. നീന്തൽ പഠിക്കാൻ പുഴവക്കത്ത് പോയി ഇരുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. നീന്തലിനെ കുറിച്ച് നിരന്തരം തിങ്ക് ചെയ്തിട്ടും കാര്യമില്ല, സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല, അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. പുഴയിൽ ഇറങ്ങിയേ തീരൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിർത്തിക്കളയരുത്, പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്യരുത്. നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സൈക്കിൾ ചവിട്ടി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, കുറേ വീഴും, പിന്നെയും ചവിട്ടും, പിന്നെയും വീഴും, പിന്നെയും ചവിട്ടും. അങ്ങനെ ഒരു ബാലൻസ് കിട്ടാൻ കുറേ ടൈം എടുക്കും. അതെ, കൺസിസ്റ്റൻസി പ്രധാനമാണ്. പരാജയങ്ങൾ ഉണ്ടാവാം. തോമസ് ആൽവ എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ജെ.കെ. റോളിംഗ് തൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, അവരൊരു സിംഗിൾ മദറായിരുന്നു, തൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ധാരാളം പബ്ലിഷേഴ്സിനെ സമീപിച്ചു. ആരും തയ്യാറായില്ല. പക്ഷെ വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നടന്നത് ചരിത്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്ന് ജെ.കെ. റൗളിങ്ങിൻ്റെ ഹാരി പോട്ടറാണ്. എബ്രഹാം ലിങ്കൺ തോറ്റ് 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 തൊപ്പിയിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എത്രയോ മത്സരങ്ങളിൽ, ഇലക്ഷനുകളിൽ തോറ്റിട്ടാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. നമ്മൾ കളത്തിലിറങ്ങി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാം, നഷ്ടങ്ങൾ ഉണ്ടാവാം, പക്ഷെ വിട്ടുകൊടുക്കാതിരിക്കുക. The only man who never make mistake is the man who never does anything. പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, കാത്തിരിക്കണം. ഓവർനൈറ്റ് സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. പെട്ടെന്നൊരു വിജയം കിട്ടുക അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. സ്വന്തം കുഞ്ഞിന് പോലും 10 മാസത്തോളം കാത്തിരിക്കേണ്ട. ഓരോന്നിനും ടൈമുണ്ട്, സമയമുണ്ട്. അത്രയും സമയം നാം കാത്തിരുന്നേ മതിയാവും. അതിനുവേണ്ടി ആക്ഷൻ എടുത്തേ മതിയാവും. എനിത്തിങ് വർത്ത് ഹാവിങ് ടേക്സ് ടൈം. മൂല്യമുള്ളതിനൊക്കെ സമയമെടുക്കുമെന്നാണ്. ചെറിയ കാര്യങ്ങളല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാകും തോറും അതിനുള്ള സമയവും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടെ
ഒന്നിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം കുറച്ചൊക്കെ കുറക്കാൻ പറ്റും. എന്നാലും കുറച്ചൊക്കെ സമയം എടുക്കാതെ പറ്റില്ലല്ലോ. കാരണം യൂസുഫലി ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ യൂസുഫലി ആവാൻ വേണ്ടി എനിക്ക് 40 വർഷം എടുത്തു എന്നാണ് പറഞ്ഞത്. അതാണ് ആദ്യം പറഞ്ഞത്. ഓവർനൈറ്റ് സക്സസ് ഒന്നുമില്ല. വിജയികളെ നമ്മൾ അറിയുന്നത് അവർ വിജയിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ധാരാളം മാസങ്ങളും വർഷങ്ങളും ആ ഒരു വിജയത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്തൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ആക്ഷൻ എടുക്കണം, കൺസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം, കാത്തിരിക്കണം. കഴിഞ്ഞില്ല. ഇത് എനിക്ക് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുക കൂടി വേണം. നേടാനാവുമെന്ന് വിശ്വസിക്കുന്നതിനാണ് കോൺഫിഡൻസ് എന്ന് പറയാം. നല്ലോണം കോൺഫിഡൻസ് വേണം. പോസിറ്റീവ് തിങ്കിങ്ങും അതാണ്. കഴിയുമെന്ന് വിശ്വസിക്കുക. നെഗറ്റീവ് തിങ്കിങ് പാടില്ല. വേറെ കുറേ വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ വിശ്വാസം എപ്പോഴും നേടാൻ പറ്റുന്നതായിരിക്കണം. ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഐ കാൻറ്റ്, എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കരുത്. എന്ത് വിശ്വസിച്ചാലും അത് ശരിയാണ് എന്നാണല്ലോ ഹെൻറി ഫോർഡിൻ്റെ കോട്ട്. ഇഫ് യു തിങ്ക് യു ക്യാൻ ഓർ യു കാനോട്ട്, യു ആർ റൈറ്റ്. നിനക്ക് നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലും കഴിയില്ല എന്ന് വിശ്വസിച്ചാലും രണ്ടും സത്യമാണെന്നാണ് പറയുന്നത്. അന ഇന്ദ ലന്നി അബ്ദി ബി, അല്ലാഹു തആല എനിക്കത് തരുമെന്ന് വിശ്വസിച്ചാലും തരില്ല എന്ന് വിശ്വസിച്ചാലും രണ്ടും ശരിയായിരിക്കാം. നമുക്കെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം, കോൺഫിഡൻസ് നിലനിർത്തുകയും ചെയ്യാം. ഇതും കൂടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമാണ്. എങ്കിലേ നേടാൻ പറ്റൂ. കാര്യത്തിന് ഇറങ്ങുമ്പോൾ നടക്കും, എനിക്കത് നേടാൻ പറ്റും എന്ന കോൺഫിഡൻസോട് കൂടി മാത്രം കളത്തിലിറങ്ങുക. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്താലും ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതും പ്രധാനമാണ്. മൈൽ സ്റ്റോണുകൾ തീരുമാനിക്കണം. ഒരു മാസത്തിൽ ഞാൻ എവിടെ എത്തണം, ഒരു വർഷത്തിൽ ഞാൻ എവിടെ എത്തണം, ഇങ്ങനെയൊക്കെ മൈൽ സ്റ്റോൺ എന്ന് പറയലാണ് നല്ലത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാനുകൾ എഴുതി വെക്കുക. ആ സമയത്തിനുള്ളിൽ പരമാവധി ചെയ്തു തീർക്കുക. പരമാവധിയല്ല, പൂർണ്ണമായും ചെയ്തു തീർക്കുക. പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ഷൻ സ്റ്റെപ്പുകളൊക്കെ ലിസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എവിടേക്ക് എത്തണം. ഒരു ലക്ഷ്യം നേടാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ ആക്ഷൻ സ്റ്റെപ്പുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതുകൂടെ നാം ഉറപ്പ് വരുത്തണം. 1, റൈറ്റ് ടൂൾസാണ്. 2, റൈറ്റ് സ്കില്ലാണ്. 3, റൈറ്റ് മൈൻഡ് സെറ്റാണ്. അഥവാ നമുക്ക് അങ്ങോട്ട് എത്താൻ ആവശ്യമായ, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടാൻ ആവശ്യമായ ടൂൾസ് എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുക. അത് ചിലപ്പോൾ ഫിസിക്കൽ ഉപകരണങ്ങളാവാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ജോലിയോ ബിസിനസ്സോ മറ്റോ ആവാം. എന്താണെങ്കിലും റൈറ്റ് ടൂൾസ് ഉണ്ടോ എന്ന് നോക്കുക. റൈറ്റ് സ്കില്ല് ആവശ്യമായിട്ട് വരും. നാം പഠിച്ചെടുക്കേണ്ട, ആർജിച്ചെടുക്കേണ്ട സ്കില്ലുകൾ, അത് എന്തെല്ലാമാണെന്ന് നോക്കുക. മറ്റൊന്ന് റൈറ്റ് മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റാണ് പ്രധാനം.
എങ്കിലേ അങ്ങെത്തൂ. ചുരുക്കത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റുകളൊക്കെ കൂടി ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ ആണ് അത് വർക്ക് ചെയ്യുക. അപ്പോഴേ നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റുള്ളൂ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് വരുള്ളൂ. അല്ലാതെ നമ്മുടെ ലക്ഷ്യം കൊറിയർ വഴി വീട്ടിലേക്ക് എത്തുമെന്നും പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ ആ ഇരുത്തം ബാക്കിയാവുന്നു മാത്രം. അപ്പോൾ സ്വപ്നം കാണുക, പ്ലാൻ ചെയ്യുക, ആക്ഷൻ എടുക്കുക, കൂടെ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ നടക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ച് നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനും ഓർമ്മപ്പെടുത്താനും അതൊക്കെ സഹായകരമാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് വരാം. താങ്ക് യു.